നല്ലൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടതും മനുഷ്യനിർമ്മിതമല്ലാത്തതും എന്നാൽ മനുഷ്യന് ജീവന് അത്യന്താപേക്ഷിതവുമായ ഒരു ഘടകമുണ്ട്. ഏതാണെന്നല്ലേ? ഏതാണ്? ജലം. അതെ, ഏറ്റവും വിലയുള്ള വസ്തു ജലം തന്നെയാണ്. വെള്ളത്തിൽ കളിക്കുന്നതും കുളിക്കുന്നതും മഴ നനയുന്നതും ഒക്കെ കൊച്ചുകുട്ടികളെ പോലെ നമുക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. തോടും പുഴയും തടാകവും ഒക്കെ കാണുന്നത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ സന്തോഷമുള്ള മറ്റൊന്നുണ്ട്, വാട്ടർഫോൾ, വെള്ളച്ചാട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ കേരളത്തിലെ വെള്ളച്ചാട്ടമായ അതിരപ്പള്ളിയും വാഴച്ചാലുമൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും അത്രയൊന്നും ഇല്ലെങ്കിലും പത്തനംതിട്ട ജില്ലയ്ക്കടുത്ത് കോഴഞ്ചേരി അരുവിക്കുഴി എന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്, അരുവിക്കുഴി വെള്ളച്ചാട്ടം. ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലുള്ള ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്കും അവിടുത്തെ കാഴ്ചകളിലേക്കുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത്രയും മനോഹരമാണ് ഈ പ്രദേശമെന്ന് വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. നോക്കൂ, എത്ര മനോഹരം നോക്കൂ. വനനിബിഡമായ ഈ പ്രദേശം വളരെ ഭംഗിയുണ്ട്. ഒരുപാട് സഞ്ചാരികൾ ദിവസവും വന്നു പോകുന്ന സ്ഥലമാണിവിടം. ഈ വെള്ളച്ചാട്ടം കാണുന്ന ഭാഗത്തേക്ക് ഞാനൊന്ന് പതുക്കെ ഇറങ്ങുകയാണേ. നല്ല ഐസ് പോലെ തണുത്ത വെള്ളം. ദാ അവിടെയാണ് വാച്ച് ടവർ. അവിടേക്ക് പോകാം. താഴേക്ക് നോക്കിയാൽ ഒരു 100 അടി താഴ്ച വരും. ഇതാണ് ഞാൻ പറഞ്ഞ ആ വാച്ച് ടവർ. ശരിക്കും ഇവിടെ നിന്നാൽ വളരെ മനോഹരമായ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഒരു വനത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത്. വാച്ച് ടവറിൽ നിന്ന് കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇടുങ്ങിയ ചെറിയ വഴിയാണ്. കല്ലുകൾ അടുക്കി വെച്ച ചെറിയ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ താഴേക്ക് ശ്രദ്ധയോടെ ഇറങ്ങാം. ഇവിടെ ചെറിയ നീരൊഴുക്ക് കാണുന്നുണ്ട്. ഇതെല്ലാം ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഒഴുകി ചെല്ലുന്നത്. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലവും ഈ വെള്ളച്ചാട്ടത്തിൻ്റെയും മധ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. താഴേക്ക് ഇറങ്ങി വരുന്ന വഴി അല്പം ബുദ്ധിമുട്ടാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ഇറങ്ങി വന്നു. ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് 50 മീറ്ററോളം
ഉണ്ട്. എന്നാൽ പോലും അതിൻ്റെ ആ ഒരു ആരവം ഇവിടെ നിന്നേ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന ഭാഗം. ഇത്ര ദൂരെ നിന്ന് കണ്ടിട്ടും എത്ര ഭംഗിയാണ് ഇതിനെന്ന് നോക്കൂ. താഴേക്കൊഴുകുന്ന ഈ വെള്ളം ഒഴുകിച്ചെല്ലുന്നത് നേരെ പമ്പയാറ്റിലേക്കാണ്. രണ്ട് മൂന്ന് ഘട്ടങ്ങളായാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഘടന രൂപം കൊണ്ടേക്കുന്നത്. ആദ്യം മുകളിൽ കണ്ട വെള്ളച്ചാട്ടം ഏതാണ്ട് 20-25 അടി താഴ്ചയിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. പരന്നൊഴുകി വന്നതിന് ശേഷം ഈ ഭാഗത്ത് 60 അടിയോളം ഉയരത്തിൽ നിന്ന് ശക്തിയായി തന്നെ താഴേക്ക് പതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ വെള്ളം തീരെ കുറവാണ്. കടുത്ത വേനലിലും ചെറിയ നീരൊഴുക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട്. മഴ പെയ്യുന്ന ജൂൺ ജൂലൈ മാസത്തിലാണെങ്കിലോ ഇവിടെ വെള്ളത്തിൻ്റെ പൂരമാണ്. അരുവിയുടെ ജലകണങ്ങൾ പാദങ്ങളെ പുൽകുമ്പോൾ തണുത്ത കാറ്റിൽ ചാറ്റൽ മഴ പോലെ അനുഭവവേദ്യമാകുന്നുണ്ട്. ഒരു പ്രണയമഴ പുണരും പോലെ. സത്യത്തിൽ ഈ വെള്ളവും വെള്ളച്ചാട്ടവും ഒക്കെ കാണുമ്പോൾ ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങി ചാടാനും കളിക്കാനും കുളിക്കാനും ഒക്കെ ആർക്കും ഒന്ന് തോന്നിപ്പോവും. അത്ര രസകരമായ സന്തോഷം തരുന്ന അനുഭവമാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. ഡ്രസ്സ് സ്പെയർ ഇല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. വെള്ളച്ചാട്ടം വന്നു പതിക്കുന്ന ഈ ഒരു തടാകത്തിൽ ഭയം കൂടാതെ കുളിക്കുവാൻ സാധിക്കും. യാത്രാപ്രേമികളുടെ വീക്കെൻഡ് ഡെസ്റ്റിനേഷനാണിത്. കുടുംബവും കുട്ടികളുമൊക്കെ നിരവധി ആളുകളാണ് ഇവിടെ വന്നെത്താറുള്ളത്. ജൂൺ ജൂലൈ മാസത്തിൽ ഇതിനൊരു പ്രത്യേക സൗന്ദര്യമാണെന്നാണ് ഇവിടെ കണ്ടുപോയവർ പറയുന്നത്. അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യഭംഗി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ടാറ്റാ.